ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ. ഞാൻ നൈസ്മാൻ. ഇന്ന് നമ്മളുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഒരുമിച്ചിരിക്കുകയാണ്. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഇനി എന്താണ് നമ്മളുടെ പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഓരോ തവണയും നെറ്റ് പരീക്ഷ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പാറ്റേൺ ചേഞ്ച് ഉണ്ടാവും, എക്സാം ടോപ്പിക്കുകൾ, ഫോക്കസ് ഏരിയാസ് മാറ്റം വരും. ഇതിനനുസരിച്ച് നമ്മളുടെ പാറ്റേണും പ്രിപ്പറേഷൻ പാറ്റേണും ചേഞ്ച് ചെയ്യണം, അനിവാര്യമാണ്. നമ്മൾ ഓരോ സൈക്കിളിന് മുമ്പും നമ്മൾ ഒരു മീറ്റിംഗ് കൂടി നമ്മൾ എന്തായിരിക്കും നമ്മുടെ അടുത്ത ആക്ഷൻ പ്ലാൻ എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നതാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് ഗോയിങ് ടു ബി ഹാപ്പനിങ് ഇൻ ജൂൺ 2026 പ്രിപ്പറേഷൻ. അപ്പം നമ്മൾ ഇത്തവണത്തെ പരീക്ഷ നോക്കിയാൽ നമുക്കറിയാം, മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒന്നും അധികം കണ്ടില്ല. ന്യൂക്ലിയർ ഫിസിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു. അപ്പം കോർ പേപ്പർ മാത്രം ഫോക്കസ് ചെയ്താൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി. അപ്പം ഞങ്ങൾ പറയുമായിരുന്നു, അപ്പം കോർ പേപ്പറിന് എന്തായാലും ഇമ്പോർട്ടൻസ് ഒരിക്കലും കുറയുന്നില്ല. ഇത്തവണ മാത്തമാറ്റിക്കൽ ഫിസിക്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്ന് കരുതി അടുത്ത തവണ എങ്ങനെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം. അപ്പം നമ്മൾ ഇത്തവണ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 3 phase സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനു വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെ, 3 phase ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 3 phase സ്റ്റഡി സ്ട്രാറ്റജി മിസ് എങ്ങനെയാണ് അതിനെ? ഇത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും ഈ 6 മാസം എന്ത് പഠിക്കണം എന്നൊരു ചിന്തയില്ലാതെ എല്ലാവരും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പഠിച്ചിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനോട് കൂടെ സ്റ്റാർട്ട് ചെയ്താല് നമുക്ക് എല്ലാ പോർഷൻസും, അതായത് അത്യാവശ്യം ഹോട്ട് ടോപ്പിക്കുകളെല്ലാം തന്നെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പുതിയ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു മന്ത് നമുക്ക് ഫൗണ്ടേഷൻ നന്നായിട്ട് പോവാന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ. അതെ, അപ്പം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ 1 മാസം കൊണ്ട് പഠിപ്പിച്ച് പഠിച്ചു തീർക്കുക. കൂടുതൽ എക്സാമുകളും കൂടുതൽ വർക്കൗട്ട് ആക്ടിവിറ്റീസും കൊടുത്ത് ഇവർക്ക് മാത്തമാറ്റിക്സിന്റെ ബേസ്, കാരണം നമുക്ക് എന്തായാലും വരുന്ന കുറേ ആൾക്കാരും തുരുമ്പിച്ച മസ്തിഷ്കമായിട്ടായിരിക്കും വരുന്നത്. കാരണം പല കാര്യങ്ങളും ചെയ്ത് അവർക്ക് PG പഠിച്ചതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും, അവരുടെ ബേസ് എല്ലാം പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ +2 മുതലുള്ള ബേസ് നമുക്ക് വേണം. കാരണം UGC പോലെ അല്ല. കാരണം ഇതിനകത്ത് മാത്തമാറ്റിക്സിന് ഒരിക്കലും മാറ്റമില്ലല്ലോ. അപ്പം ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ +2 മുതലുള്ള കാര്യങ്ങൾ വരെ പഠിപ്പിക്കണം. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ +2 മാത്തമാറ്റിക്സ് മുതലാണ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ഇതിൽ നമ്മൾ ബേസ് മുതൽ എന്താണോ ഇവർക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് തുടങ്ങാൻ വേണ്ട നോളജ്, മാത്തമാറ്റിക്കൽ നോളജ് എന്താണോ അതെല്ലാം നമ്മൾ ആദ്യത്തെ 2 മാസം 1 മാസം കൊണ്ട് നമ്മൾ കവർ ചെയ്യും. 1 മാസം കൊണ്ട് കവർ ചെയ്യും. യെസ്, അപ്പോൾ അതിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും അവിടെ കൊണ്ട് തീരും. പിന്നത്തെ 2 മാസം എന്ന് പറയുന്നത്, 3 മാസം കാലം എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി പ്രോബ്ലം സോൾവിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി പേപ്പറുകൾ. യെസ്, പ്രാക്ടീസ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആണ്. സെക്കൻഡ് ഫേസിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ലൈവ് സെഷൻസ്, പിന്നെ നമ്മുടെ എക്സാമുകൾ. ഇപ്പോൾ വീക്ക്ലി 2 എക്സാമുകൾ വെച്ച് നമ്മൾ നടത്തുന്നു. പിന്നെ ഈ എക്സാമുകൾ അത് റിവിഷൻ എക്സാമുകളാണ്. അപ്പോൾ റിവിഷൻ ക്ലാസ്സുകളും അതിന്റെ ഒപ്പം പാരലായിട്ട് ഫസ്റ്റ് ഫേസിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു. ഇവര് റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ട് അതെ ലൈവ് ക്ലാസ്സുകളിലൂടെ ഇവര് ഫൗണ്ടേഷൻ ഉറപ്പിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഫേസിലും ലൈവ് ഉണ്ട് കേട്ടോ, കാരണം എങ്കിലേ നമുക്ക് പ്രോബ്ലംസ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ഈ പ്രോബ്ലം സോൾവിങ്ങിന് എങ്ങനെയാണ് ബാക്കി പേപ്പറുകളിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. കാരണം പ്രോബ്ലംസ് എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ച് ഒരു നൈറ്റ്മെയറാണ്. അപ്പോൾ അത് എങ്ങനെ ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. മോൾഡിംഗ് പീരീഡ് ആണ് പിന്നെ നടക്കുന്നത്. അതൊരു 3 മാസക്കാലം. പിന്നെയുള്ള 2 മാസക്കാലമാണ് നമ്മുടെ റിവിഷൻ കാലങ്ങളാണ്. അപ്പം ഒരു റിവിഷൻ ആൻഡ് റിഫ്ലക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് അതിൻ്റെ മോഡൽ എക്സാമുകൾ, ക്യുമുലേറ്റീവ് എക്സാമുകൾ, അവരെ പിന്നെ ഫൈനൽ എക്സാമിലേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാം എന്നുള്ളത്. ആ ഒരു രീതിയിലാണ് നമ്മൾ 6 months ഒരു റോഡ് മാപ്പ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ അടുത്ത 6 മാസത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫ്രം ദ ബേസിക്സ് നിങ്ങൾക്ക് ത്രൂ പ്രാക്ടീസ് ആൻഡ് പെർഫെക്ഷൻ എക്സാമിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മളുടെ ഇത്തവണത്തെ പ്ലാൻ എന്ന് പറയുന്നത്. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ്, നിങ്ങൾ അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആദ്യം ഫൗണ്ടേഷനിൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം
നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുമ്പിലേക്ക് വെച്ചുകൊണ്ട് തന്നെ അടുത്ത 3 മാസം നെറ്റിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും വന്ന ചോദ്യങ്ങളും എല്ലാം നമ്മൾ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ഇത് ഈ ഫേസിന് ശേഷം മച്ചുവർ ആയ സ്റ്റുഡൻസിന് നമ്മൾ 1 മാസത്തേക്ക് ത്രൂ എക്സാംസ് ആൻഡ് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ മോൾഡ് ചെയ്ത് എക്സാമിലേക്ക് എത്തിക്കുന്നു. ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനിലാണ് നമ്മുടെ ജൂൺ 26 CSIR നെറ്റിന്റെ കോച്ചിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോ ഒരുപാട് പേര് കാണും ഈ കൂട്ടത്തിൽ എഴുതുന്നവര്, ഞാൻ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർ കാണും, ഒരുപാട് തവണ പഠിച്ചിട്ട് മിസ്സായി പോയവര് കാണും. എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുമോ, എന്താണ് പഠിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻസ് ഉള്ള ആളുകളും ഒരുപാട് പേരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഉള്ള വൺ ഹിറ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ കോഴ്സ്. അപ്പം ചിലർക്ക് അങ്ങനെ ഒരു വിചാരം കാണും, ഇപ്പൊ എന്തായാലും ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് ആദ്യത്തെ 1 മാസം കഴിഞ്ഞിട്ട് മതി എന്നുള്ള അങ്ങനെ. പക്ഷെ എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും ശരി, നമ്മുടെ ഒരു കോമൺ രീതിയിലൂടെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര തവണ എക്സാം എഴുതി എന്ന് പറഞ്ഞാലും കാര്യമില്ല. നമ്മുടെ ഈ ഒരു ഫോർമേഷനിലൂടെ പോകാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ആദ്യം മുതൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന്റെ കൂടെ അങ്ങ് സഞ്ചരിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരും, ഇപ്പം ഫ്രഷേഴ്സ് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ശരി, അവർക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, UGC അല്ലെങ്കിൽ UG അല്ലെങ്കിൽ PG കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെയല്ല എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. അതേ പാറ്റേണിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സർവീസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളെ കോഴ്സിന്റെ മാസ്റ്ററും ഉണ്ട്, മെന്ററും ഉണ്ട് നമ്മളുടെ കൂടെ. ഇവർ തരുന്ന വാക്കാണ് നമ്മളുടെ ഈ വരുന്ന കോഴ്സിന്റെ ഉറപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ റിസൾട്ടുകൾ ഈ ഉടനെ തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാറുണ്ട് ഓബ്വിയസ്ലി. അപ്പോൾ ഈ റിസൾട്ടുകൾക്കൊപ്പം നിങ്ങൾക്ക് അടുത്ത തവണ നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള JRF ഉറപ്പായിട്ട് നേടാൻ പറ്റും. CCയോടൊപ്പം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8086881144 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ താഴെ പിൻ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഈ ജൂൺ വരെ പരീക്ഷയിൽ നിങ്ങൾക്ക് JRF നേടിത്തരാൻ വേണ്ടിയിട്ട് നൈസ്മൻ സാറും നീത മിസ്സും ഉണ്ടാവും. നമ്മുടെ ഏറ്റവും പെർഫെക്റ്റ്ലി ക്യൂറേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഈ ജൂണിൽ JRF നിങ്ങൾക്കുള്ളതാണ് CCക്കൊപ്പം. സോ ഉറപ്പായിട്ടും ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ടും കോഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളെയൊക്കെ ഷെയർ ചെയ്യുക. ടൈംലി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.